അറേസ് നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു പ്രത്യേകത? മെമ്മറിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ലൊക്കേഷനിലായിരിക്കും അറേ എലമെന്റ്സ് ഉണ്ടാവുക. മാത്രമല്ല ആ എലമെന്റ്സോ അല്ലെങ്കിൽ വാല്യൂസിന്റെ നേച്ചർ എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ ഇരിക്കുന്നതാവും. ഇൻഫർമേഷൻ മുഴുവൻ ഹോമോജനസ് നേച്ചറിലുള്ളതാവും. അതായത് ഇൻറ്റിജർ ആണെങ്കിൽ അറേയിലുള്ള കണ്ടന്റ് മുഴുവൻ ഇൻറ്റിജർ വാല്യൂസ്, ക്യാരക്ടർ ആണെങ്കിൽ മുഴുവൻ ക്യാരക്ടർ വാല്യൂസ്. അത്തരത്തിലാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. മാത്രമല്ല കണ്ടിന്യൂസ് ലൊക്കേഷനിലാവും. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അറേ ഒരു 100 എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാനുള്ളതായി നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു 10 എലമെന്റും കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം 100 എലമെന്റ്സിനുള്ള സൈസേ നമ്മളിവിടെ നേരത്തെ കൂട്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. മാത്രമല്ല ഇപ്പം 100 റിസർവ് ചെയ്തതിന് ശേഷം നമുക്ക് 50ന്റെ ആവശ്യമുള്ളൂ എങ്കിൽ 50 സ്പേസ് അവിടെ വേസ്റ്റും ആണ്. അപ്പം അറേ ഉപയോഗിക്കുമ്പോൾ അറേക്ക് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യാനോ ഉള്ള ഒരു പ്രോപ്പർട്ടി അറേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും എന്തുണ്ടാവും, സ്പേസ് നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ഡേറ്റാ സ്ട്രക്ചറായ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ഓരോ പ്രോപ്പർട്ടിയും വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്താ കണ്ടിന്യൂസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു. അതിന് പകരം ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് മെമ്മറിയിൽ അതിനെ സ്കാറ്റർ ചെയ്യാമെന്നർത്ഥം. അതായത് നമുക്ക് വാല്യൂസിനെ കളക്ട് ചെയ്യാനാണ്, കളക്ഷൻ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ റിലേറ്റഡ് വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അറേകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആവുമ്പോൾ ഈ വാല്യൂസ് നമുക്ക് മെമ്മറിയിൽ എവിടെ വേണമെങ്കിലും സ്കാറ്റർ ചെയ്ത് വെക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ലൊക്കേഷൻ വേണ്ട എന്നർത്ഥം. മറ്റൊന്ന്, ഇവിടെ ഹോമോജിനസ് ഡേറ്റയാണെന്ന് പറഞ്ഞല്ലോ. അതിന് പകരം ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഡാറ്റകൾ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കണ്ടന്റ് ആയി വരിക. എന്ന് പറഞ്ഞാൽ സിമിലർ ഡാറ്റയും നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് സൂക്ഷിക്കാം, ഡിഫറെൻറ്റ് ടൈപ്പും ആവാം. മെമ്മറിയിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യാനുസരണം മെമ്മറി യൂട്ടിലൈസ് ചെയ്യാം, ആവശ്യമില്ലാത്തതൊക്കെ റിമൂവ് ചെയ്ത് ആ മെമ്മറി ഫ്രീ ആക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ലിങ്ക്ഡ് ലിസ്റ്റിന് അറേയുടെ മുകളിലുണ്ട്. അപ്പോൾ സ്പേസ് യൂട്ടിലൈസേഷൻ നല്ലപോലെ നടക്കുന്നുണ്ട് എന്നർത്ഥം. ഇവിടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ലിസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അതൊരു ഓവർഹെഡാണ്. ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ CMO അല്ലെങ്കിൽ PMO ഒക്കെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഇനോഗ്രേഷന് പോകുമ്പോൾ നമുക്ക് ഇനോഗ്രൽ ഫംഗ്ഷനിൽ ആവശ്യമുള്ള ആ വ്യക്തിയെ മാത്രമാണ്, ഒരു വ്യക്തിയെ മാത്രമാണ്. പക്ഷെ ഇവരെ എസ്കോർട്ട് ചെയ്യാൻ ഒരുപാട് ആരുണ്ട്, പോലീസ് ഫോഴ്സൊക്കെ സാധാരണ വരാറുണ്ട്. അപ്പോൾ ഒരു വാഹനം, ഇവരെ കൊണ്ടുള്ളൊരു വാഹനം പോകുമ്പോൾ അവരുടെ കൂടെ അഡീഷണലായി കുറേ വാഹനങ്ങളും സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അക്കമ്പനി ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഓവർഹെഡ് എന്ന് പറയുന്നു. അതേപോലെ ഇവിടെ നമുക്ക് ഡാറ്റ, ഇപ്പം ഇതിനകത്ത് അറേക്കകത്ത് ഒരു 5 എന്നുള്ളൊരു ഡാറ്റ ഇവിടെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 5 അവിടെ സ്റ്റോർ ചെയ്താൽ മതി. നേരെ മറിച്ച് ഇതാണ് അറേയുടെ പോലെയുള്ള ലൊക്കേഷൻസ്. ഇതാണെങ്കിൽ മെമ്മറിയിലെ ഒരു ലൊക്കേഷൻ നമുക്ക് 5 സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 5 മാത്രം സ്റ്റോർ ചെയ്താൽ പോരാ, 5 കഴിഞ്ഞ് വരുന്ന വാല്യൂ എവിടെയാണോ അതിൻ്റെ അഡ്രസ്സ് കൂടെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിന് ശേഷം ആ ലിസ്റ്റിൽ വരുന്നത് ആരാണോ അതിൻ്റെ അഡ്രസ് ലൊക്കേഷനും കൂടി സ്റ്റോർ ചെയ്യണം. അപ്പോൾ എന്തായി, ഈ ഒരു എലമെന്റിനകത്ത്, ഇതിനെ നോഡെന്നാണ് പറയുക, ആ നോഡിനകത്ത് നമുക്ക് വേണ്ട ഇൻഫർമേഷനുമായി അടുത്ത ലൊക്കേഷൻ്റെ അഡ്രസ്സുമായി. അപ്പോൾ തന്നെ അവിടെ എന്ത് സംഭവിച്ചു, വ്യത്യസ്തത വന്നു. അല്ലെ, നമുക്ക് വേണ്ട ഇൻഫർമേഷനും വന്നു, മറ്റൊന്ന് അഡ്രസ് ലൊക്കേഷനുമാണ്. അതുകൊണ്ട് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് വരുന്നത്. ഒന്ന് അഡ്രസ്സാണ്, മറ്റൊന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ നോഡിനെ നമ്മൾ പലതരത്തിലുള്ള വാല്യൂസിനെ ക്ലബ് ചെയ്യാൻ എന്തുപയോഗിച്ചു, വെക്കേഷൻ്റെ സമയത്ത് നിങ്ങളോട് എന്തൊക്കെ നോക്കാൻ പറഞ്ഞിരുന്നത്, ഫംഗ്ഷൻ എന്താണെന്ന് നോക്കണം, പോയിന്റർ എന്താണെന്ന് നോക്കണം, സ്ട്രക്ചർ എന്താണെന്ന് നോക്കണം എന്ന് പറഞ്ഞിരുന്നു. നോക്കി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രക്ചറാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസിനെ ക്ലബ് ചെയ്യാൻ വേണ്ടി, ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ട്രക്ചർ ആവാം,
ഇത് മറ്റൊരു സ്ട്രക്ചർ, അങ്ങനെ കുറേ സ്ട്രക്ചേഴ്സിന്റെ കളക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനെ പറയാം. ആ സ്ട്രക്ചറിൽ വരുന്നത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ പ്ലസ് അടുത്ത ആ സ്ട്രക്ചറിന്റെ അഡ്രസ്സ് എന്താണോ അതും കൂടെ അതിൽ സ്റ്റോർ ചെയ്യണം. അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന അതിനെന്താ പറയുക, ഒരു ലൊക്കേഷനിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പോയിന്റേഴ്സ് ഉപയോഗിക്കുക അല്ലേ. അപ്പൊ ഇതിനകത്ത് പോയിന്ററും വരുന്നുണ്ട്, സ്ട്രക്ചറും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കളക്ഷനെയാണ് നമ്മൾ സാധാരണ നോഡ് എന്ന് പറയും. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോഡിന്റെ കളക്ഷനായി. ഇപ്പൊ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ ലൊക്കേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 304, 510, 600, 2016, 1046, 800 അങ്ങനെ പല ലൊക്കേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യം 510 ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. അടുത്തത് ഈ ആരോ നോക്കിയാൽ അറിയാം, അടുത്തത് 600-ലാണ്. അപ്പൊ ഈ 510 വാല്യൂവിന്റെ കൂടെ എന്തുകൂടെ വേണം, 600 എന്നുള്ള ആ അഡ്രസ്സും കൂടെ ഇതിനകത്ത് വരണം. അപ്പോഴേ നമ്മൾക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റും. 600 കഴിഞ്ഞാൽ പിന്നെ 2016 വരുന്നത്. അത് കഴിഞ്ഞാൽ 1040. ഇത് ഓർഡറിലൊന്നും ആവണമെന്നില്ല. മെമ്മറിയിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന വാല്യൂസ്